നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ വടക്കാഞ്ചേരിയിലും ഷിഗല്ല. 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 4 വയസ്സുള്ള പെൺകുട്ടിക്കും 7 വയസ്സുള്ള ആൺകുട്ടിക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആശങ്ക ഉയർത്തുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി അധികൃതർ. കുട്ടികൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ. കുട്ടികളുടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ആരോഗ്യനിലയും പരിശോധിക്കുന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. ഭർത്താവ് തന്നെ മർദ്ദിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിന്റെ ഭാര്യ പ്രിയങ്കയുടെ പരാതി. AR ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാക്കാൻ ഒരുങ്ങി ഇടതുപക്ഷ സംഘടനകൾ. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചികിത്സാ പിഴവിനിടെ കൈമുറിച്ച് മാറ്റേണ്ടി വന്ന പല്ലശ്ശന ഒഴുവുപാറയിലെ വിനോദിനിക്ക് പ്രഖ്യാപിച്ച ധനസഹായം നിലച്ചിട്ട് 4 മാസം പിന്നിടുന്നു. ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർമാർക്കെതിരെ നൽകിയ പരാതിയും എങ്ങുമെത്തിയില്ലെന്നും ആരോപണം. സർക്കാർ പ്രഖ്യാപിച്ച പണം ലഭിക്കാത്തതിലും അന്വേഷണം കൃത്യമായി നടക്കാത്തതിലും മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറയാൻ ഒരുങ്ങി കുടുംബം. കനാൽ പാലത്തിന്റെ കൈവരി തകർന്നിട്ട് പതിറ്റാണ്ടുകളായി. കോട്ടായി പെരുങ്കുളങ്ങര ചേന്തങ്കാട് റോഡിൽ അപകടം പതിയിരിക്കുന്നതായി പരാതി. പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന കനാൽ പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ വൈമനസ്യം കാണിക്കുന്ന അധികൃതരുടെ നടപടിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പൊതുവെ വീതി കുറഞ്ഞ പാതയിൽ ഒരൽപ്പം തെറ്റിയാൽ 20 അടിയോളം താഴ്ചയിലേക്ക് വാഹനങ്ങൾ വീഴാൻ സാധ്യതയുണ്ടെന്നും ഇരുവശങ്ങളിലെയും പുൽക്കാടുകൾ യാത്ര ദുഷ്കരമാക്കുന്നുണ്ടെന്നും പ്രദേശവാസികൾ. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരിയിലും ഷിഗല്ല. 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 4 വയസ്സുള്ള പെൺകുട്ടിക്കും 7 വയസ്സുള്ള ആൺകുട്ടിക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആശങ്ക ഉയർത്തുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി അധികൃതർ. കുട്ടികൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. കുട്ടികളുടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ആരോഗ്യനിലയും വിലയിരുത്തി വരികയാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ പറഞ്ഞു. BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി ഇടതുപക്ഷ സംഘടനകൾ. ഭർത്താവ് തന്നെ മർദ്ദിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് ശ്രീകുമാറിന്റെ ഭാര്യ പ്രിയങ്ക പരാതി ഉന്നയിച്ചിരുന്നു. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇതിനിടെ മർദ്ദനത്തിനെതിരെയും ചികിത്സാ സഹായം ആവശ്യപ്പെട്ടപ്പോൾ മന്ത്രി OJ ജനീഷ് അവഗണിച്ചുവെന്ന ആരോപണവും പരാതിക്കാരി ഉന്നയിച്ചിരുന്നു. മന്ത്രിയുടെ അവഗണന സത്യപ്രതിജ്ഞാ ലംഘനവും ഭരണഘടനാ ലംഘനവുമാണെന്നും വിഷയം അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് DYFI മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് AYF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധവും നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചികിത്സാ പിഴവിനിടെ കൈമുറിച്ച് മാറ്റേണ്ടി വന്ന പല്ലശ്ശന ഒഴുവുപാറയിലെ വിനോദിനിക്ക് പ്രഖ്യാപിച്ച ധനസഹായം നിലച്ചിട്ട് 4 മാസം പിന്നിടുന്നു. ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർമാർക്കെതിരെ നൽകിയ പരാതിയും എങ്ങുമെത്തിയില്ല. സർക്കാർ പ്രഖ്യാപിച്ച പണം ലഭിക്കാത്തതിലും അന്വേഷണം കൃത്യമായി നടക്കാത്തതിലും മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറയാനൊരുങ്ങുകയാണ് കുടുംബം. 6 മാസം മുമ്പ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ വീണതിനെ തുടർന്നുണ്ടായ പരിക്ക് അശ്രദ്ധയുടെ ചികിത്സയെ തുടർന്നാണ് വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നുണ്ടായത് ചികിത്സാ പിഴവിനെ തുടർന്നുണ്ടായ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവിടെ വെച്ചാണ് 9 വയസ്സുകാരി വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റിയത്. സംഭവം വിവാദമായതോടെയാണ് LDF സർക്കാരിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതിമാസം 4000 രൂപ വിനോദിനിക്ക് അനുവദിച്ച് ഉത്തരവിറക്കിയത്. ആദ്യത്തെ 2 മാസം കൃത്യമായി പണം ലഭിച്ചെങ്കിലും കഴിഞ്ഞ 4 മാസമായി പണം ലഭിക്കുന്നില്ല. വിനോദിനിയുടെ പഠനത്തിനും തുടർ ചികിത്സയ്ക്കും ഉപകരിക്കേണ്ട പണമാണ് 4 മാസമായി കിട്ടാതിരിക്കുന്നത്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനാണ് വിനോദിനിക്ക് കൃത്രിമ കൈ വെച്ച് നൽകിയത്. സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്ത കുടുംബത്തിന് വീട് വയ്ക്കാനായി സ്ഥലം വാങ്ങിയതും വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചതും VD സതീശൻ്റെ നേതൃത്വത്തിലാണ്. സർക്കാർ പ്രഖ്യാപിച്ച പണം ലഭിക്കാത്തതിലും അന്വേഷണം കൃത്യമായി നടക്കാത്തതിലും മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറയാനൊരുങ്ങുകയാണ് വിനോദിനിയുടെ കുടുംബം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കനാൽ പാലത്തിന്റെ കൈവരി തകർന്നിട്ട് പതിറ്റാണ്ടുകളായി. കോട്ടായി പെരുങ്കുളങ്ങര ചേന്തങ്കാട് റോഡിൽ അപകടം പതിയിരിക്കുന്നതായി പരാതി. പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന കനാൽ പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ വൈമനസ്യം കാണിക്കുന്ന അധികൃതരുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധമുണ്ട്. പൊതുവെ വീതി കുറഞ്ഞ പാതയിൽ ഒരൽപ്പം അടിതെറ്റിയാൽ 20 അടിയോളം താഴ്ചയിലേക്ക് വാഹനങ്ങൾ വീഴാൻ സാധ്യതയുണ്ടെന്നും 2 വശങ്ങളിലും പുൽക്കാടുകൾ ഉള്ളതിനാൽ പ്രദേശത്തെ യാത്ര ദുഷ്കരമെന്നും നാട്ടുകാർ പറഞ്ഞു.
കോട്ടായി പെരുങ്കുളങ്ങര ചേതങ്ങാട് റോഡിൽ കനാൽ പാലത്തിന്റെ ഇരുവശങ്ങളിലെയും കൈവരികളാണ് തകർന്നു കിടക്കുന്നത്. പൊതുവെ വീതി കുറവായ മലമ്പുഴ കനാൽ പാലത്തിൽ അല്പം തെറ്റിയാൽ 20 അടിയോളം താഴ്ചയിലേക്ക് വീഴും. കൈവരികളില്ലാത്തതിനാലും രണ്ടു വശങ്ങളിലും പുൽക്കാട് വളർന്നു നിൽക്കുന്നതിനാലും ഡ്രൈവർമാർക്ക് തൊട്ടുമുന്നിലെത്തിയാലേ പാലം ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ. കൺമുന്നിലെത്തി സഡൻ ബ്രേക്കിട്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. സ്കൂൾ ബസ്സുകളും റൂട്ട് ബസ്സുകളും അടക്കം നിരവധി വാഹനങ്ങൾ സർവീസ് നടത്തുന്ന റൂട്ടാണിത്. അപകടം പതിയിരിക്കുന്ന റോഡിൽ വൻ ദുരന്തത്തിന് സാക്ഷിയാകും മുൻപ് അധികൃതരും ജനപ്രതിനിധികളും കണ്ടുതുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബാങ്കിന്റെ ബ്രാഞ്ചിന്റെ സമീപത്തെ ഒരു പാലം കൈവരിയില്ലാതെ കിടക്കാൻ തുടങ്ങി വർഷങ്ങളായി. അത് ഈ ഇടയ്ക്ക് ഒരു വണ്ടി കൈവരിയില്ലാതെ ആ കനാലിൻ്റെ ഉള്ളിൽ പെട്ട് ജനങ്ങളൊക്കെ കൂടിയാണ് ആ മോട്ടോർ സൈക്കിൾ വലിച്ചു കയറ്റി കൊടുത്തത്. ആ നിരന്തരം ഈ ഭരണാധികാരികളുടെ അശ്രദ്ധ കൊണ്ട് ഇതിങ്ങനെ തന്നെ ഇട്ടുപോയി കഴിഞ്ഞാൽ വളരെ ഗൗരവമായ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുള്ള ഒരു പാലമാണത്. ആ റൂട്ടിൽ ബസ്സുമുണ്ട്. അത് ഉടനടി ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുന്നു. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ് കനാലിൻ്റെ കൈവരി മാത്രം ഇപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്താൽ താൽക്കാലികമായ ശമനമെങ്കിലും കിട്ടും, അല്ലെങ്കിൽ നിരവധി ജീവനുകളെ അപഹരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ സ്ഥിരം അപകട മേഖലയായ കോങ്ങാട് ഏഴക്കാട് ഇരട്ടവളവിൽ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. 40ഓളം വരുന്ന വാട്ടർ ബാരിക്കേഡുകളാണ് ഇവിടെ സ്ഥാപിച്ചത്. കോങ്ങാട് എസ്എച്ച്ഒ ബി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു 40ഓളം വരുന്ന വാട്ടർ ബാരിക്കേഡുകൾ ഇവിടെ സ്ഥാപിച്ചത്. വാട്ടർ ബാരിക്കേഡ് സ്ഥാപിക്കുന്നതിൽ കോങ്ങാട് ഫയർഫോഴ്സ് എസ്ടിയുടെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് ടീം അംഗങ്ങളും ഈ ഉദ്യമത്തിൽ പങ്കാളികളായി. നാട്ടുകാരും സഹായത്തിനെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് കോങ്ങാട് പോലീസ് രംഗത്തെത്തിയത്. ഇതുമൂലം അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്ന കണ്ടെത്തലിലാണ് കോങ്ങാട് പോലീസ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ച് ഷൊർണൂർ നെടുങ്ങോട്ടൂർ കുതിരക്കണ്ടത്തിന് സമീപത്ത് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല, കൗൺസിലർമാരായ K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, ആഷിഖ് T സീന, ബേബി ഗിരിജ, TK ബഷീർ, വിജയപ്രകാശ്, ശങ്കർ, അബൂബക്കർ, അലി, വിനോദ് എന്നിവർ പങ്കെടുത്തു. മറ്റെല്ലാം വ്യത്യാസം മാറി നാട്ടിൽ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് ഒരുപാട് കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ നമുക്ക് കൊണ്ടുവരണം, സ്റ്റേറ്റിൻ്റെ ഫണ്ടുകൾ കൊണ്ടുവരണം. നമ്മുടെ നാട്ടിലെ ആവശ്യമുള്ള വികസനങ്ങൾ വരാൻ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ആ ഒരു കാഴ്ചയാണ് ഈ ഒരു ചെറിയ ചടങ്ങിൽ പോലും ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കവളപ്പാറ മിഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ ബ്രസീൽ ആരാധകർ ലോകകപ്പിനെ വരവേറ്റത് ബ്രസീലിന്റെ കൂറ്റൻ ഫ്ലെക്സോടെ. 100 അടി വരുന്ന പടുകൂറ്റൻ ഫ്ലെക്സാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ബ്രസീലിന്റെ 100 അടി വരുന്ന പടുകൂറ്റൻ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചാണ് ബ്രസീൽ ആരാധകർ ലോകകപ്പിനെ വരവേറ്റത്. ഷൊർണൂരിലെ ആദ്യത്തെ 100 അടി ഫ്ലക്സ് ബോർഡ് എന്ന അവകാശം ഇനി മിഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ ബ്രസീൽ ആരാധകർക്കാണ്. ഷൊർണൂർ നഗരസഭയിലെ 10ാം വാർഡ് പ്രദേശത്തെ ഏകദേശം 100ഓളം പേരുടെ കൂട്ടായ്മയിലാണ് കവളപ്പാറ സ്കൂളിന് സമീപത്തായി 100 അടി ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഫ്ലക്സിന് സമീപം ബ്രസീലിന്റെ കൊടിത്തോരണങ്ങളും ആരാധകർ ഉയർത്തിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിലും ലോകകപ്പ് വേളയിൽ ക്ലബ്ബിലെ ബ്രസീൽ ആരാധകരുടെ നേതൃത്വത്തിൽ മുടങ്ങാതെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തവണയും വാനോളം ആവേശത്തിലാണ് ഓരോ ബ്രസീൽ ആരാധകരും. അതേസമയം ക്ലബ്ബിലെ അർജന്റീന ആരാധകരും പ്രദേശത്ത് വലിയ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുൻ ഷൊർണൂർ നഗരസഭാ കൗൺസിലറും DCC സെക്രട്ടറിയുമായിരുന്ന അന്തരിച്ച TK ഹമീദിന്റെ വീട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ എത്തിയ അദ്ദേഹം മകനായ TH ഫിറോസ് ബാബു അടക്കമുള്ള കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് സംസാരിച്ചു. പാലക്കാട് വടക്കാഞ്ചേരിയിലെ ഒരു പൊതുപരിപാടി കഴിഞ്ഞ് എടപ്പാളിലേക്ക് പോകുമ്പോഴായിരുന്നു TK ഹമീദിന്റെ കുളപ്പുള്ളിയിലെ വീട്ടിൽ ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം. TK ബഷീർ, K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, വിജയപ്രകാശ് ശങ്കർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും വിവിധ കോൺഗ്രസ് കൗൺസിലർമാരും TK ഹമീദിന്റെ വീട്ടിലെത്തിയിരുന്നു. കേരള പ്രവാസി സംഘം മണ്ണൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് വിതരണം നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം KS ബഷീർ ഉദ്ഘാടനം ചെയ്തു. സർക്കാരും രാഷ്ട്രീയ പാർട്ടിക്കാരും അവരെ ശ്രദ്ധിക്കും. അതുകൊണ്ട് നമ്മൾ നടത്തുന്ന എല്ലാ പരിപാടികളും ജനപങ്കാളിത്തം ഉണ്ടാവേണ്ടതാണെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജൂലൈ 11-ാം തീയതി കണ്ണൂർ പഞ്ചായത്ത് വെച്ച് നമ്മുടെ ആദരിക്കുന്ന ഒരു പരിപാടി വെച്ചിട്ടുണ്ട്. അതിലെല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവും. അതിന് പങ്കാളിത്തമാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടുള്ള ശക്തി. പറയാനുള്ളത് പ്രവാസി സംഘം 2001-ൽ ആലോചിക്കുകയും 2002-ൽ
അംഗീകൃതമായിട്ട് ഈ ലൈസൻസോടുകൂടി നമ്പർ കിട്ടുകയും അങ്ങനെ അംഗീകൃതമായ ഒരു സംഘടനയായി മാറുകയും ചെയ്തു. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രവാസി സംഘം എന്ന് പറയുന്നത് കേരള പ്രവാസി സംഘം തന്നെയാണ്. 2000-ഓളം പ്രവാസി സംഘം ഉണ്ടെന്നാണ് ഇപ്പോൾ കണക്കുള്ളത്. 2000. പക്ഷേ അവരുടെ കാര്യങ്ങളായിരുന്നു. ഇന്ന് പ്രവാസികളുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നു കേരള പ്രവാസി സംഘം തന്നെയാണ്. ഇന്നിപ്പോൾ നമ്മൾ ചെറിയൊരു പ്രശ്നം ആൾക്കാർക്ക് കുറേ പെൻഡിങ് ഉണ്ട്. അത് ഈ അടുത്ത കാലം ഒരു വർഷത്തിനോട് നിന്നിട്ടുള്ളതാണ്. നമുക്ക് ചില ആൾക്കാർക്ക് പെൻഡിങ് ഉള്ളത്, ചിലർക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അതിന് നമ്മൾ ഇടപെടുന്നുണ്ട്. ഇടപെടുമ്പോൾ തന്നെ ഉള്ള ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ്. സാമ്പത്തികം ഇപ്പോൾ 6 ലക്ഷം രൂപയോളം പാലക്കാട് ജില്ലാ കമ്മിറ്റിക്കുണ്ട്. ഈ ഓഗസ്റ്റ് 7, 8, 9 തീയതികൾ നമ്മുടെ പ്രവാസി സംഘത്തിൻ്റെ കേരള പ്രവാസി സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കാം. 1.5 കോടി രൂപയിൽ 2500 പേര് മെമ്പർമാരായിട്ടുള്ള പ്രതിനിധികളായിട്ടുള്ള സമ്മേളനം തിരൂരിലാണ് നടക്കുന്നത്. 15,000 പേരാണ് തിരൂരിൽ പ്രകടനം നടത്തുന്നത്. വില്ലേജ് പ്രസിഡന്റ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗം സുലൈമാൻ തങ്കമണിക്ക് മെമ്പർഷിപ്പ് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഷൺമുഖൻ, വിജയൻ, അജിത്ത്, അബ്ദുൾ കലാം തുടങ്ങിയവർ സംസാരിച്ചു. പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും പ്രണയസുരഭിലമായ ദാമ്പത്യത്തിലൂടെ ഊഷ്മള സ്നേഹം നിലനിർത്തുന്നതാണ് ഇസ്ലാമിക വൈവാഹിക ജീവിതമെന്ന് SMS തൃശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ. മുള്ളൂർക്കര മുസ്ലിം പള്ളി ജമാഅത്തെ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രീ മാരിറ്റൽ കോഴ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴ്സ് 2 ദിവസം നീണ്ടു നിൽക്കും. ഓട്ടം തട്ടുന്നു എന്നുള്ളതാണ്. കാരണം മനസ്സിലാക്കാൻ കഴിയാത്ത പെട്ടെന്നുള്ള ചില സാഹചര്യങ്ങളിലൂടെ എടുത്തു വരുന്ന ചില തീരുമാനങ്ങൾ അവരെ വേറിട്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്നു. ആ റിലേഷൻഷിപ്പുമായുള്ള കോണ്ടാക്ട് അവർക്ക് ബന്ധപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ എന്താ വെച്ചാൽ നിങ്ങളൊക്കെ നാളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള മക്കളാണ്. അള്ളാഹു നിങ്ങൾക്കൊക്കെ ദുനിയാവിലും മാത്രത്തിൽ ഉപകരിക്കുന്ന ബന്ധങ്ങൾ എത്തിച്ചു തരുന്നതാണ്. അള്ളാഹുവിന് നേരത്തെ ബുർഹാനി പറഞ്ഞതുപോലെ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത മഹല്ല് ഖത്തീബ് അഷ്റഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. KM ഉമർ മാസ്റ്റർ അൽ ഹക്കാമി, ഡോക്ടർ ബഷീർ അഹമ്മദ് ഖുറാനി, CM ഷംസുദ്ദീൻ, ഷാഹുൽ ഹമീദ്, KA ഹബ്ബാസാജി, CH ഉമർ എന്നിവർ സംസാരിച്ചു. CRPമാരായ ഖദീജ, റഷീദ റഷീദ് എന്നിവർ നേതൃത്വം നൽകി. 4 ഷെഡ്യൂളുകളായി 2 ദിവസങ്ങളാണ് ക്ലാസ്. ഞായറാഴ്ച വൈകിട്ട് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാടാനംകുറിശി അറബി ഗ്രന്ഥശാല കലാസമിതിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. വാടാനംകുറിശി അറബി ഗ്രന്ഥശാല കലാസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് SSLC, +2, LSS, USS വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി ശനിയാഴ്ച രാവിലെ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. മുഹമ്മദ് മുഹസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ഇത് വലിയ പ്രയോജനം ഇത്തരം പരിപാടികൾക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അതിനും ഈ ഹാളിൽ വെച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. വായനശാലയുടെ പ്രവർത്തനം ഇനിയും മുന്നോട്ട് പോകട്ടെ. കുട്ടികളോട് പറയാനുള്ളത് നിരന്തരമായി നമ്മളെ അപ്സ്കിൽ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിയുമ്പോൾ ഇവിടെ വെച്ച് അവസാനിക്കുകയല്ല. ഇനിയും ഒരുപാട് സ്കില്ലുകൾ നമ്മൾ നേടാനുണ്ട്. ഈ പുതിയ കാലത്ത് 21st സെഞ്ച്വറിയുടെ കാൽഭാഗം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സാധ്യതകൾ, പുതിയ അവസരങ്ങൾ, പുതിയ മേഖലകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ മേഖലകൾ കണ്ടെത്തി ആ കരിയറിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ജീവിതത്തിൽ വളരെ മികച്ച സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ചടങ്ങിൽ കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ MLA വിതരണം ചെയ്തു. ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ അധ്യക്ഷനായിരുന്നു. താലൂക്ക് ലൈബ്രറി സെക്രട്ടറി ഇൻചാർജ് രാജൻ മാസ്റ്റർ, ഹരിദാസൻ മാസ്റ്റർ, CP രാജൻ, രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ, അറബി ഗ്രന്ഥശാല കലാസമിതിയിലെ അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോമേഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനംകുറിശിയിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. കോമേഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വിവിധ വിദ്യാലയങ്ങളിലെ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചത്. വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് ബിസിനസ്സും സാമ്പത്തിക ഇടപാടും ഉള്ള കാലത്തോളം കോമേഴ്സ് ഫീൽഡ് ഒരിക്കലും തന്നെ അവസാനിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ മേഖല വലിയ സാധ്യതയുള്ള
മേഖലയാണ് എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് ഒരു അക്കൗണ്ടിങ് മേഖല മാത്രമല്ല, വലിയ ബിസിനസ് പ്ലാനിങ് ആണെങ്കിലും അതോടൊപ്പം തന്നെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതാണെങ്കിലും വലിയ വലിയ ഡാറ്റ അനാലിസിസ് ചെയ്യുന്നതാണെങ്കിലും ടാക്സിന്റെ മേഖലയിലാണെങ്കിലും ഇൻഷുറൻസിന്റെ മേഖലയിലാണെങ്കിലും ബാങ്കിങ്ങിന്റെ മേഖലയാണെങ്കിലും അങ്ങനെ തുടങ്ങി ഓരോ മേഖലയിലും വലിയ സാധ്യതയുള്ള ഒരു ഫീൽഡ് കൂടിയാണ്. തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും വിതരണം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ കോമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സി മണികണ്ഠൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ മുഹമ്മദ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. വി മണികണ്ഠൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ടി.എ. പ്രവിത, ഇ.കെ. ഹുസൈൻ, എൻ. പ്രതീഷ്, ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം 2026 സംഘടിപ്പിച്ചു. 2025-26 അധ്യയന വർഷത്തിൽ 10-12 ക്ലാസുകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ ബാങ്കിന്റെ പ്രവർത്തന പരിധിയുള്ള 229 വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകി. 10-12 ക്ലാസ് പരീക്ഷകളിൽ 100% വിജയം കൈവരിച്ച 12 വിദ്യാലയങ്ങളെയും ചടങ്ങിൽ പുരസ്കാരം നൽകി അനുമോദിച്ചു. മനശ്ശേരി KM ഓഡിറ്റോറിയത്തിൽ നടന്ന വിജയോത്സവം ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമാർന്ന നിലയിലുള്ള അനുമോദന പരിപാടികൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണ്. ഇത്തവണ ഏറെ വ്യത്യസ്തമായ ഒരു അനുമോദനം 10ാം തരം +2 പരീക്ഷകളിൽ കുട്ടികളെ ഉന്നത വിജയത്തിന് അർഹരാക്കിയിട്ടുള്ള അമ്മമാർക്കുള്ള ഒരു അനുമോദനമായിരുന്നു. ഞാൻ കുട്ടികളോട് പലപ്പോഴും ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് അവരുടെ പഠന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകിയിട്ടുള്ളത് അധ്യാപകരുണ്ട്, പൊതുവിൽ സുഹൃത്തുക്കളുണ്ട്, എങ്കിലും അമ്മയാണ് എന്നതാണ് ഒട്ടുമിക്ക കുട്ടികളും പറയുന്ന ഉത്തരം. അങ്ങനെ കുട്ടികളെ അനുമോദിക്കാതെ വലിയ വിജയത്തിന് അവരെ പ്രാപ്തമാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച അമ്മമാരെ ആദരിക്കുന്ന ഒരു പരിപാടിയും ഏറെ വൈവിധ്യമാർന്ന നിലയിൽ അതിൻ്റെയും ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. ബാങ്ക് ചെയർമാൻ U. രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി മുഖ്യാതിഥിയായി പങ്കെടുത്തു. വാടയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീജ, ബാങ്ക് വൈസ് ചെയർമാൻ K.N. ശിവദാസൻ, ബാങ്ക് ഡയറക്ടർമാരായ K.P. സുധീർ, M. വിജയൻ, P.K. ഗംഗാധരൻ, T. സുനിൽ, C. ഗിരിജ, K. സുനിത, KCEU ജില്ലാ പ്രസിഡന്റ് M. ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് ഹെഡ് ഓഫ് ഇന്റർണൽ ഓഡിറ്റർ S. സജീവ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബാങ്ക് ജനറൽ E. ദൃശ്യ അർജുൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ SC/ST, LSS, USS വിജയികളെ അനുമോദിച്ചു. വാണിയകുളം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ M.K. ജയസുധ ഉദ്ഘാടനം ചെയ്തു. വാണിയകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീജ അധ്യക്ഷത വഹിച്ചു. ജനമൈത്രി സമിതി അംഗം T.P. ജയപ്രകാശ് പദ്ധതി വിശദീകരിച്ചു. ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P.K. ചിത്ര, വൈസ് പ്രസിഡന്റ് M. രാമകൃഷ്ണൻ, വാണിയകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. കൃഷ്ണകുമാർ, അനങ്ങനടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. ചന്ദ്രൻ, ഒറ്റപ്പാലം CI K.R. രൂപേഷ്, CI MM. റജി, സബ് ഇൻസ്പെക്ടർ വിനോദ് B. നായർ, ജനമൈത്രി ബീറ്റ് ഓഫീസർ D. കിരൺ, സംഘഗ്രാമം സെക്രട്ടറി കൃഷ്ണൻകുട്ടി, UP. രവി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം CC. അനിൽകുമാർ സ്വാഗതവും SC പ്രൊമോട്ടർ AK. നിഭ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി ബൈജൂസ് കരിയറിന്റെ നേതൃത്വത്തിൽ കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും കോട്ടായി പഞ്ചായത്തിലെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. കോട്ടായി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ബിസിനസ് കോച്ചും എന്റർപ്രണറുമായ ഡോക്ടർ M. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ താഴെ കൗണ്ട്ഡൗൺ സ്റ്റാർട്ടായി 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Are you get ready? എന്ന് ചോദിച്ചപ്പോ നോ, അതാണ് തെറ്റുപറ്റിയത്. അവരെ എസ് അല്ല പറഞ്ഞു. ലൈഫ് ഇൻഷുറൻസ് ചീഫ് അഡ്വൈസർ PV വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. KBS അക്കാദമി ചെയർമാൻ ശ്രീജിത്ത് S. നായർ, ബൈജു കോട്ടായി എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ വടക്കാഞ്ചേരിയിലും ഷിഗല്ല, 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 4 വയസ്സുള്ള പെൺകുട്ടിക്കും 7 വയസ്സുള്ള ആൺകുട്ടിക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആശങ്ക ഉയർത്തുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി അധികൃതർ.
കുട്ടികൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ. കുട്ടികളുടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ആരോഗ്യനിലയും പരിശോധിക്കുന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. ഭർത്താവ് തന്നെ മർദ്ദിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിന്റെ ഭാര്യ പ്രിയങ്കയുടെ പരാതി. AR ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാക്കാൻ ഒരുങ്ങി ഇടതുപക്ഷ സംഘടനകൾ. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചികിത്സാ പിഴവിനിടെ കൈമുറിച്ച് മാറ്റേണ്ടി വന്ന പല്ലശ്ശന ഒഴുവുപാറയിലെ വിനോദിനിക്ക് പ്രഖ്യാപിച്ച ധനസഹായം നിലച്ചിട്ട് 4 മാസം പിന്നിടുന്നു. ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർമാർക്കെതിരെ നൽകിയ പരാതിയും എങ്ങുമെത്തിയില്ലെന്നും ആരോപണം. സർക്കാർ പ്രഖ്യാപിച്ച പണം ലഭിക്കാത്തതിലും അന്വേഷണം കൃത്യമായി നടക്കാത്തതിലും മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറയാൻ ഒരുങ്ങി കുടുംബം. കനാൽ പാലത്തിന്റെ കൈവരി തകർന്നിട്ട് പതിറ്റാണ്ടുകളായി. കോട്ടായി പെരുങ്കുളങ്ങര ചേന്തങ്കാട് റോഡിൽ അപകടം പതിയിരിക്കുന്നതായി പരാതി. പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന കനാൽ പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ വൈമനസ്യം കാണിക്കുന്ന അധികൃതരുടെ നടപടിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പൊതുവെ വീതി കുറഞ്ഞ പാതയിൽ ഒരൽപ്പം തെറ്റിയാൽ 20 അടിയോളം താഴ്ചയിലേക്ക് വാഹനങ്ങൾ വീഴാൻ സാധ്യതയുണ്ടെന്നും ഇരുവശങ്ങളിലെയും പുൽക്കാടുകൾ യാത്ര ദുഷ്കരമാക്കുന്നുണ്ടെന്നും പ്രദേശവാസികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.